ഇന്നത്തെ കൂട്ടാനൊന്ന് നോക്കി നോക്കിയല്ലോ. വെണ്ടയ്ക്കും കയ്പ്പങ്ങ കൂട്ടാൻ വെക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ചെറുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചെറുള്ളി നമുക്ക് തോലൊളിച്ചിടാം. കയ്പ്പങ്ങ വെണ്ടയ്ക്ക നമുക്ക് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കയ്പ്പങ്ങേൻ്റെ കുരി നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ, മൂക്കാത്തത് കൊണ്ട് തന്നെ അത് എടുക്കും കൂടെ. അങ്ങനെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അതിൽ കുറച്ച് സൺഫ്ലവർ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് കയ്പ്പങ്ങയും വെണ്ടയ്ക്കും ചെറുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിൽ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ടെടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കുക. സാമ്പാർക്കൊക്കെ ഉണ്ടല്ലോ നമ്മൾ വറുത്തരക്കൂലേ, അതുപോലെ ഇതിക്കും നമുക്ക് വറുത്തരക്കാം കേട്ടോ. 2 വെളുത്തുള്ളി, ചെറുള്ളിയും കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൂട്ടാനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്ത് നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടാൻ ഇവിടെ റെഡി ആയിക്കണേ. അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യല്ലേ.